മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ ബി.ജെ.പി. നേതാവും നടനുമായ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ ജാമ്യത്തിൽ വിടണമെന്നാണ് ജസ്റ്റിസ് സോഫി തോമസിന്റെ ഉത്തരവ്. നിലവിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേസിൽ അന്വേഷണം പൂർത്തിയായി. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ആവശ്യമില്ലെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 22-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപിയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 180ഓളം പേജുള്ള കുറ്റപത്രമാണ് ഉള്ളത്. കേസിൽ ആദ്യം 354A-യും 1, 4 എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത്. ലൈംഗിക ദുസ്സൂചനയോടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണ് ഇത്. തുടർ അന്വേഷണത്തിൽ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള 354-ാം വകുപ്പ് കൂടി പിന്നീട് പോലീസ് ചേർത്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയത്. ദുരുദ്ദേശത്തോടെ അല്ല ഇടപെട്ടതെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പോലീസ് കേസെടുത്തതെന്നുമാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മകളുടെ വിവാഹം 17-ന് ഗുരുവായൂരിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചടങ്ങ് തടസ്സപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് കേസെടുത്തതെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം. ഒക്ടോബർ 27-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറുകയായിരുന്നു എന്നാണ് ആരോപണം. ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് തന്റെ തോളിൽ കൈവെക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയിൽ നിന്ന് മാധ്യമപ്രവർത്തക ഒഴിഞ്ഞുമാറി. എന്നാൽ ഇത് ആവർത്തിച്ചതോടെ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈ തട്ടിമാറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. സംഭവത്തിന് പിന്നാലെ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപി നടത്തിയത് മാപ്പ് പറച്ചിലായി തോന്നുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുറെ അധികം നാളുകളായി സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും ഏറെ ചർച്ചയായ വിഷയമാണ് സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകയും തമ്മിലുള്ള ഈ കേസ്. വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി കെട്ടിച്ചമച്ച ഒരു കേസാണിതെന്നാണ് പലരുടെയും വിലയിരുത്തൽ.